ഹേ ഗൈസ്, ഇന്ന് വേറൊരു വീഡിയോ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഫോണ് S23 ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണപ്പോൾ എന്തുണ്ടായി, ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതേമാതിരി ഇവിടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ചെക്ക് ചാർജർ USB പോർട്ട് ഫോക്കസ് ഔട്ട് there's a moisture or foreign matter in your charging/USB പോർട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തീപ്പെട്ടി ഉള്ളി എടുത്തു, അതിൽ കുറച്ച് കോട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ക്ലീൻ ആക്കിയിട്ടും ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് വരുന്നത്. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വായയുടെ അടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഊതിയപ്പോൾ കുറേ വെള്ളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഊതുക, നമ്മുടെ വായ കൊണ്ട് ഊതിയാൽ മതി. ഊതി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷുവറാക്കുക, നന്നായിട്ട് വെള്ളമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ സിമ്പിൾ പോകേണ്ടതാണ്. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ നമ്മൾ മേക്ക് ഷുവർ ആക്കുക, നന്നായിട്ട് നമ്മൾ ഊതിയിട്ടൊക്കെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകണില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിങ്സിൽ പോവുക. ഇപ്പം എൻ്റെ ഊതിയിട്ട് പോയി കഴിയും, കണ്ടില്ല, ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ 3 ലൈൻ കാണണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോ സിസ്റ്റം ആപ്സ് ഉണ്ടാവും. ഷോ സിസ്റ്റം ആപ്സിൽ പോയിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യണം USB സെറ്റിങ്സ് വരും. USB സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവും. സ്റ്റോറേജിൽ പോയിട്ട് ഇവിടെ ക്ലിയർ ക്യാച്ച് ഉണ്ടാവുമല്ലോ, ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫോണിനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമ്പിൾ പോണതായിരിക്കും. മാക്സിമം ടൈമിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് ഊതിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ ഈ സിമ്പിൾ പോയി എൻ്റെ S23. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫോണിൽ വെള്ളം വീഴുകയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വാട്ടറിൻ്റെ വാർണിംഗ് വരികയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഈ വാട്ടറിൻ്റെ സിമ്പിൾ പോകണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കടയിൽ പോയിട്ട് സിൽക്ക ജെൽസ് കുറച്ച് മേടിക്കുക. അത് നല്ല ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മുടെ ഫോൺ ഒരു 24 hours വെക്കുക. അപ്പോൾ മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കും ഫോണിലത്തെ. പിന്നെ ആ സിൽക്ക ജെല്ലിൻ്റെ കൂടെ നമ്മൾ ഒരു ബോക്സിൽ വെക്കില്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സിം ട്രേ ഊരിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒന്ന് വെക്കുക ബോക്സിൽ. വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫോണ് റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ സർവീസ് സെൻറ്ററിൽ കൊടുക്കുക. സർവീസ് സെൻറ്ററിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് ചാർജ് മേടിക്കും. പിന്നെ 500 രൂപ ഈ വാട്ടറിന് മാറ്റാൻ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാശ് ചിലവാകാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്